Hi friends, എല്ലാവർക്കും ജെയിംസ് കിച്ചണിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന പപ്പായ തോരനാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റർ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കണം. പപ്പായ തോരനെല്ലാം ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പപ്പായ തോരൻ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 സ്പൂൺ കടുക്, 1/2 സ്പൂൺ ഉഴുന്ന്, 1/2 സ്പൂൺ ചെറിയ ജീരകം, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, തേങ്ങ, വെളിച്ചെണ്ണ, ഉപ്പ് ആവശ്യത്തിന്, 4 പച്ചമുളക്, 3 വെളുത്തുള്ളി, 4 ചെറിയ ഉള്ളി, 2 തണ്ട് കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് പപ്പായ തോരൻ ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി ചെറിയ ജാറെടുത്ത് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. ചെറിയ ജീരകം, വെളുത്തുള്ളി, ചെറിയുള്ളി, 2 പച്ചമുളക് ഇത്രയിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ചതച്ചെടുക്കാം. ഇനി പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. ഉഴുന്ന്, കറിവേപ്പില, പച്ചമുളക്, പപ്പായ ചേർത്ത് കൊടുക്കും. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി
ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വേവിക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. തുറന്നു നോക്കാം. ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു. പപ്പായ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിന് ഉപ്പ് കറക്റ്റാണ്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.